ഇറാൻ ഇന്ന് ലോകരാഷ്ട്രീയത്തിൻ്റെ മുൾമുനയിലാണ്. ടെഹ്റാനിലെ തെരുവുകളിൽ ഭരണവിരുദ്ധ മുദ്രാവാക്യങ്ങൾ അലയടിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ഭരണമാറ്റം എന്ന ലക്ഷ്യത്തിലേക്ക് തൻ്റെ കരുനീക്കങ്ങൾ വേഗത്തിലാക്കുകയാണ്. എന്നാൽ ഒരു മാപ്പിൽ വരയ്ക്കുന്ന വേഗതയിലോ ലളിതമായൊരു സൈനിക നീക്കത്തിലൂടെയോ തകർക്കാവുന്ന ഒന്നല്ല ഇറാൻ്റെ ഭരണകൂടം. പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും സൈനിക സന്നാഹങ്ങളും കൊണ്ട് സുരക്ഷിതമായ ഒരു കോട്ടയ്ക്കുള്ളിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ അലി ഖമേനി ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ്റെ ഈ അധികാര കേന്ദ്രത്തെ ഇളക്കി മാറ്റുക എന്നത് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരു കീറാമുട്ടിയാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാൻ്റെ അധികാര ഘടനയുടെ ആണിക്കല്ല് എന്നത് വിലായത്ത് ഇ ഫലീഹ് എന്ന ദൈവശാസ്ത്ര അധിഷ്ഠിതമായ ഭരണക്രമമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ രൂപപ്പെട്ട ഈ വ്യവസ്ഥിതിയിൽ പരമോന്നത നേതാവ് വെറുമൊരു ഭരണാധികാരിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഭൂമിയിലെ പ്രതിനിധിയായി കരുതപ്പെടുന്ന വ്യക്തിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പാർലമെന്റും അവിടെയുണ്ടെങ്കിലും അവസാന വാക്ക് എപ്പോഴും പരമോന്നത നേതാവിൻ്റേതാണ്. സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയുടെ എല്ലാം നിയന്ത്രണം ഇദ്ദേഹത്തിൻ്റെ കൈകളിലാണ്. ഈ ഒരു ഘടന ഉള്ളതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു സൈനികാക്രമണം വഴി ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ള ഒരാളെ മാറ്റിയാൽ തീരുന്നതല്ല അവിടുത്തെ പ്രശ്നം. വിപ്ലവത്തിൻ്റെ തുടർച്ചയായി വളർന്നു വന്ന ഓരോ സ്ഥാപനങ്ങളും ഈ പ്രത്യയശാസ്ത്രത്തെ സംരക്ഷിക്കാനായി മാത്രം രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണ്. ഇറാൻ്റെ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC ആണ്. സാധാരണ സൈന്യത്തിൽ നിന്നും വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ അതിർത്തികൾ കാക്കുക എന്നതിനേക്കാൾ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ പ്രാഥമിക ദൗത്യം. വ്യോമ, നാവിക, കരസേനകൾക്ക് പുറമെ ബസീജ് എന്ന പേരിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഒരു അർദ്ധ സൈനിക വിഭാഗവും ഇവർക്കുണ്ട്. 2026 തുടക്കത്തിൽ ഇറാനിൽ നടന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഖമേനി പ്രധാനമായും ഉപയോഗിച്ചത് ഈ ബസീജ് സേനയെയാണ്. സ്വന്തം അയൽപ്പക്കങ്ങളിൽ തന്നെ ചാരന്മാരായി പ്രവർത്തിക്കുന്ന ഈ സേനയെ മറികടന്ന് ഒരു ജനകീയ മുന്നേറ്റം ഇറാനിൽ വിജയിപ്പിക്കുക എന്നത് ഏറെ പ്രയാസകരമാണ്. സൈന്യത്തിന് പുറമെ ഇറാൻ്റെ സാമ്പത്തിക മേഖലയിലും IRGCക്ക് വലിയ നിയന്ത്രണമുണ്ട്. രാജ്യത്തെ പ്രധാന നിർമ്മാണ കമ്പനികൾ, ടെലികോം സേവനങ്ങൾ, എണ്ണ കമ്പനികൾ എന്നിവയെല്ലാം ഇവരുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടം തകരുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പുള്ള ഒരു വലിയ സൈനിക സാമ്പത്തിക ശക്തി ഭരണമാറ്റത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നു. ചരിത്രപരമായ അനുഭവങ്ങളും ഇറാനിലെ ഭരണമാറ്റ ചർച്ചകളിൽ വലിയ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. 1953 ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഷാ ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാൻ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ അജാക്സ് ഇന്നും ഇറാനിയൻ ജനതയുടെ ഓർമ്മയിലുണ്ട്. അന്ന് അമേരിക്ക നടത്തിയ ഇടപെടൽ പിന്നീട് 19 വർഷങ്ങൾക്ക് ശേഷം 1979 വിപ്ലവത്തിന് തിരികൊളുത്താൻ കാരണമായി. വിദേശ ഇടപെടലുകളിലൂടെയുള്ള ഭരണമാറ്റം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി കാണുന്ന ഒരു വലിയ വിഭാഗം ഇന്നും ഇറാനിലുണ്ട്. നിലവിലെ സാമ്പത്തിക തകർച്ചയിലും ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകളിലും അതൃപ്തിയുള്ളവർ പോലും അമേരിക്ക നയിക്കുന്ന ഒരു സൈനിക നീക്കത്തിലൂടെ തങ്ങളുടെ രാജ്യം സിറിയയെ പോലെയോ ലിബിയയെ പോലെയോ തകർന്നടിയുമെന്ന് ഭയപ്പെടുന്നു. ഈ ഭയത്തെയാണ് ദേശീയത എന്ന വികാരം ഉയർത്തിക്കൊണ്ട് അലി ഖമേനിയും സംഘവും ആയുധമാക്കുന്നത്. അമേരിക്ക വിഭാവനം ചെയ്യുന്ന ഭരണമാറ്റം നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു ബദൽ നേതൃത്വത്തിൻ്റെ അഭാവം മറ്റൊരു വലിയ പ്രതിസന്ധിയാണ്. ഇറാനിലെ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. ഇവർക്കിടയിൽ ഒരു ഏകോപനവുമില്ലാത്തതും ഇറാനിലെ പ്രാദേശിക ജനതയ്ക്ക് ഇവരോടുള്ള വിശ്വാസക്കുറവും ഭരണമാറ്റ ചർച്ചകളെ ദുർബലമാക്കുന്നു. ഇറാഖിൽ സദാം ഹുസൈനെ പുറത്താക്കിയപ്പോൾ ഉണ്ടായതുപോലെ ഒരു ഭരണശൂന്യത ഇറാനിൽ സംഭവിച്ചാൽ അത് മേഖലയിലാകെ വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സാഹചര്യത്തിൽ ഒരു അമേരിക്കൻ അധിനിവേശം വലിയൊരു ആഗോള സംഘർഷത്തിന് വഴിമരുന്നിടും. 2026 കണക്കുകൾ പ്രകാരം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ്. 60% എത്തിയ പണപ്പെരുപ്പവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ജനങ്ങളെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധങ്ങളെ രാഷ്ട്രീയമായ ഒരു വിപ്ലവത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം രാജ്യത്തിനുള്ളിൽ ഇല്ല എന്നതാണ് വസ്തുത. ഇന്റർനെറ്റ് വിച്ഛേദിച്ചും ടെക്നോളജി ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കിയും ഭരണകൂടം ഓരോ നീക്കത്തെയും നിശബ്ദമാക്കുന്നു. എങ്കിലും പരമോന്നത നേതാവിൻ്റെ പ്രായവും അദ്ദേഹത്തിന് ശേഷം ആര് എന്ന ചോദ്യവും ഇറാൻ്റെ ഉള്ളിൽ തന്നെ അധികാര തർക്കങ്ങൾക്ക് കാരണമായേക്കാം. അലി ഖമേനിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ സൈന്യത്തിനിടയിലും വൈദികർക്കിടയിലും ഇപ്പോൾ തന്നെ സജീവമാണ്. ചുരുക്കത്തിൽ ഇറാൻ്റെ ഭരണമാറ്റം എന്നത് വെറുമൊരു മിസൈൽ ആക്രമണത്തിലോ സാമ്പത്തിക ഉപരോധത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല. അത് ആഴത്തിൽ വേരോടിയ ഒരു പ്രത്യയശാസ്ത്ര വ്യവസ്ഥയോടും സായുധ ശക്തിയോടുമുള്ള പോരാട്ടമാണ്.
പുറത്തുനിന്നുള്ള സമ്മർദ്ദം ഇറാൻ ഭരണകൂടത്തെ കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. വിദേശ സൈനിക ഇടപെടലുകൾ പലപ്പോഴും വിപരീത ഫലമാണ് നൽകിയിട്ടുള്ളതെന്ന പാഠം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നിലുണ്ട്. ഇറാനിലെ ജനതയുടെ ആഭ്യന്തരമായ പോരാട്ടങ്ങൾക്കും മാറ്റങ്ങൾക്കും എത്രത്തോളം കരുത്തുണ്ടാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ രാജ്യത്തിൻ്റെ ഭാവി. വരും മാസങ്ങളിൽ അമേരിക്കൻ നീക്കങ്ങളും ഇറാന്റെ പ്രതിരോധവും ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.